ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ എന്ന് ഇതിന് മുമ്പുള്ള വീഡിയോസിലും ഷോർട്സിലൊക്കെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ ചാനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും അങ്ങനെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊന്നും ചോദിക്കില്ലെന്ന്. പക്ഷെ എന്തായാലും നമ്മൾ ഒരു ദിവസം ഇൻഷാല്ലാ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും. വാപ്പിക്ക് ഫ്രീ ഉള്ള ഒരു ദിവസമായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ വാപ്പി വന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും കം വിത്ത് മീ. അപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴികളാണിത്. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നോക്കൂ. അപ്പൊ ഇപ്പൊ ചൂടും വെയിലൊക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ കനാലിൽ കുളിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും റീൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടിയാണ്. അപ്പൊ വെള്ളം കണ്ടപാടെ വാപ്പി എടുത്ത് കനാലിലേക്ക് ചാടിയിട്ടുണ്ട്. നോട്ട് ലൈക്ക് മൈ വാപ്പി, ഐ എം ലൈക്ക് മൈ ഉമ്മ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് സ്വിം ഒക്കെ ചെയ്യാൻ. ഗൈസ്, ഇനി ഞാനും വെള്ളത്തിൽ ചാടാൻ പോണെയാണ്. ഞാൻ പറയുന്നില്ല, ഞാൻ ചാടും. ചാടാൻ പോണേനെ. നമ്മളിത് കാണാൻ പോകുന്നത് വാപ്പി ചാടാൻ പോണതാണ്. ചടിക്കോ. പിന്നെ ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? വാപ്പിക്ക് നീന്താൻ അറിയില്ല. വാപ്പിക്ക് നീന്താൻ അറിയില്ലെങ്കിൽ വാപ്പിയുടെ ഷോയ്ക്കൊന്നും ഒരു കുറവും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാപ്പിക്ക് നീന്താൻ അറിയില്ല. വാപ്പിക്ക് നീന്താൻ അറിയില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കാക്കന്മാരെല്ലാവരും വാപ്പിനിട്ട് ട്രോളിനാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോഞ്ഞാശ്ശേരി ജീവിച്ചിട്ട് നീന്താൻ അറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ വാപ്പി പിടിച്ചിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്. എല്ലാ കഴിവുകളും ഒരുമിച്ച് പഠിച്ചവന് ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മേളിന്ന് എടുത്തടിപ്പോൾ നല്ല രസമുണ്ടായി. അതുകൊണ്ട് പിന്നെ എടുത്ത് ചടിക്കാൻ ലാസ്റ്റ് എടുത്തടിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അവിടെ നിലയില്ലെന്ന്. പിന്നെ അവിടെ തിക്കാക്കന്മാരുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. പിന്നെ അവനാണെങ്കിൽ മേളിൽ കിടക്കുന്ന കംപ്ലീറ്റ് സാധനം എടുത്ത് കനാലിലേക്ക് എടുത്തെറിയണം. അപ്പൊ ഓട്ടോ പോവാ, കാണാം എവിടെയെങ്കിലും വെച്ച്. അപ്പൊ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോണേ. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം, മമ്മദ്ക്കാന്റെ ചായക്കട. അപ്പൊ ഇതാണ് മമ്മദ്ക്ക് ഞങ്ങളെ കണ്ട പാടെ ഞങ്ങൾക്ക് ചായ എല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ബേബി സീനാണെങ്കിൽ അവരെ സ്ഥിരം പ്ലേസിൽ സീറ്റ് ഉറപ്പിച്ച്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ചായയും പഴംപൊരിയും. പക്ഷെ നമ്മളവിടെ പോയപ്പോൾ പഴംപൊരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 10 രൂപ മേടിച്ചത്. പക്ഷെ അതും പറയാണ്ടിരിക്കാൻ വയ്യ, ഒന്നിനൊന്നും വെച്ചായിരുന്നു. പാത്തുപൂച്ചയ്ക്ക് ബേബി കുറച്ച് മിഠായി കൊടുത്തിട്ടുണ്ട്. നമ്മളും കുറച്ച് മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മമ്മദ്ക്കാടെ കൂടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ ടാറ്റ ബൈ ബൈയും പറഞ്ഞ് നേരെ പോയത് ഉമ്മാടെ സ്പെക്സ് മേടിക്കാനാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു, ഇന്ന് എനിക്കൊരു പ്രമോഷൻ വീഡിയോയും കൂടി ഉണ്ട്. അപ്പോൾ ഈ കടയുടെ പ്രമോഷൻ ആട്ടോ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് അബാൻ്റെ കട. ജാതിക്ക, മാങ്ങ, ക്യാരറ്റ്, കപ്പങ്ങ, തണ്ണിമത്തൻ പോലെയുള്ള എല്ലാ അൽക്കുലത്തെ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ട് വാപ്പി ഇവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് ട്രൈ ആക്കണേ കേട്ടോ. എല്ലാത്തിനും നല്ല ഉപ്പും മുളകെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നവരെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഇവരുടെ തണ്ണിമത്തൻ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയില്ല, നമ്മുടെ പോഞ്ഞാശ്ശേരിന്ന് വെങ്ങോലേക്ക് പോണ വഴിക്കാണ്. അപ്പോഴാണ് ഗൈസ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. എൻ്റെ കൂട്ടുകാരി ഹാഷ്മിയുടെ വീട് ഇവിടെയാണ്. അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ കുറച്ച് കപ്പങ്ങൊക്കെ മേടിച്ചതിന് അമ്പാനും ഓൾ ദ ബെസ്റ്റും പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഹാഷ്മിനെ വീട്ടിലും കൊണ്ടാക്കി. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. സീ യു ടുമോറോ.